രഞ്ജൂസ് മീഡിയ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 2ാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിലെ 5ാമത്തെ പാഠമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. പാഠത്തിൻ്റെ പേര് രുചിമേളം. കുഞ്ഞുമോളുടെ തട്ടുകട. കുഞ്ഞുമോൾക്ക് ഒരു തട്ടുകടയുണ്ട്. അവളുടെ അമ്മയും അച്ഛനും ചേർന്ന് നടത്തുന്ന തട്ടുകട. ദോശ, ഇഡ്ഡലി, പുട്ട്, നെയ്യപ്പം, അങ്ങനെ പല പല പലഹാരങ്ങൾ. എല്ലാത്തിനും നല്ല സ്വാദ്. അവരുടെ ഭക്ഷണത്തിൻ്റെ രുചി അറിഞ്ഞവർ വീണ്ടും വീണ്ടും വന്നു. തട്ടുകടയിൽ തിരക്കോട് തിരക്ക്. വന്നവർക്കെല്ലാം അവർ സ്നേഹത്തോടെ ആഹാരം വിളമ്പി. ഇവിടെ 2 ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ ഭാഗം വായിച്ച ശേഷം ഇതിൻ്റെ ഉത്തരം എല്ലാവരും കണ്ടെത്തണം. കുഞ്ഞുമോളുടെ തട്ടുകടയിൽ എന്തെല്ലാം പലഹാരങ്ങൾ ഉണ്ട്? എന്തുകൊണ്ടാണ് കുഞ്ഞുമോളുടെ തട്ടുകടയിൽ ഇത്രയും തിരക്ക്? ഈ 2 ചോദ്യങ്ങളുടെ ഉത്തരം എല്ലാവരും കണ്ടെത്തി എഴുതണം. പിന്നെ അവിടെ എന്ത് മാറ്റമാണ് ഉണ്ടായതെന്ന് നോക്കിക്കേ. സ്വന്തമായി തട്ടുകടയുണ്ട്, സ്വാദുള്ള ആഹാരവുമുണ്ട്. എന്നിട്ടും കുഞ്ഞുമോൾക്ക് ഒന്നും കഴിക്കാൻ വേണ്ട. അമ്മയും അച്ഛനും സങ്കടപ്പെട്ടു. ദിവസം കഴിയുന്തോറും മോൾക്ക് ക്ഷീണം കൂടിക്കൂടി വരുന്നു. തീരെ ഉഷാറില്ല. ഒരു ഡോക്ടറെ കാണിക്കണം. ഡോക്ടറുടെ അടുത്തെത്തിയ ശേഷം അവർ എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. ഡോക്ടർ പറഞ്ഞതെന്തെല്ലാം? ഇവൾ തീരെ ആഹാരം കഴിക്കുന്നില്ല, കടുത്ത ക്ഷീണവും ഉണ്ട്. ഇതിനെന്തായിരിക്കാം ഡോക്ടർ മറുപടി നൽകിയിട്ടുള്ളത്? അതൊന്ന് കണ്ടെത്തി എഴുതാൻ ശ്രമിക്കുക. ദിവസങ്ങൾ കടന്നുപോയി. കുഞ്ഞുമോൾ കൃത്യമായി മരുന്ന് കഴിച്ചു, നന്നായി ആഹാരവും കഴിച്ചു. അവൾ ഉഷാറായി. കുഞ്ഞുമോൾ ചുറുചുറുക്കോടെ സ്കൂളിൽ പോകാൻ തുടങ്ങി. അച്ഛനും അമ്മയ്ക്കും സന്തോഷമായി. ഇനി ഈ പാഠഭാഗത്തെ ചില ഭാഗങ്ങൾ അഭിനയിക്കാൻ വേണ്ടിയാണ് തന്നിട്ടുള്ളത്. അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കുഞ്ഞുമോളുടെ കഥ വായിച്ചല്ലോ. താഴെ പറയുന്ന കാര്യങ്ങൾ കൂട്ടുകാരോടൊപ്പം അഭിനയിക്കാം. അഭിനയിക്കാനായി ഇവിടെ തന്നിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കുഞ്ഞുമോളുടെ തട്ടുകട, കുഞ്ഞുമോൾ ആശുപത്രിയിൽ, സ്കൂളിൽ പോകുന്ന കുഞ്ഞുമോൾ. എല്ലാവരും അഭിനയിച്ചൊക്കെ ഒന്ന് നോക്കുക. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് വായിക്കാനായിട്ട് ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് കൃത്യമായിട്ട് ശ്രവിക്കാം. ആരോഗ്യമുള്ള ശരീരത്തിന് പോഷകം നിറഞ്ഞ ഭക്ഷണം. നന്നായി വളരാൻ പോഷകം നിറഞ്ഞ ആഹാരം കഴിക്കണം. ധാന്യങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങുകൾ, പയറുവർഗ്ഗങ്ങൾ, ഇലക്കറികൾ എന്നിവ ഉൾപ്പെടുത്തിയ ആഹാരം. മത്സ്യം, മാംസം, പാൽ, മുട്ട എന്നിവ കഴിക്കുന്നതും ആരോഗ്യത്തിന് നല്ലതാണ്. പഴകിയതും കേടുവന്നതുമായ ആഹാരം കഴിക്കരുത്. സ്വാദും നിറവും മണവും വർദ്ധിപ്പിക്കാൻ ചേർക്കാൻ പാടില്ലാത്ത പലതും ആഹാരത്തിൽ ചേർക്കുന്നുണ്ട്. അത്തരം ആഹാരങ്ങൾ ആരോഗ്യത്തിന് നല്ലതല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കിക്കേ. ഓരോന്നിലും എന്തൊക്കെ എഴുതാം എന്നുള്ളതാണ്. ധാന്യങ്ങൾ ഏതൊക്കെയാണ്, പഴങ്ങൾ ഏതൊക്കെ, പച്ചക്കറികൾ, ഇലക്കറികൾ, കിഴങ്ങുകൾ, പയറുവർഗ്ഗങ്ങൾ, ഇത് ഏതൊക്കെയാണെന്ന് ഇവിടെ എഴുതി ചേർത്ത് പൂർത്തിയാക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവരും സ്വന്തമായിട്ടൊക്കെ ഒന്ന് എഴുതി നോക്കുക. ധാന്യങ്ങൾ എന്ന് പറഞ്ഞ് ഇവിടെ 1 കൊടുത്തിട്ടുള്ളത് അരിയാണ്. പിന്നെ എന്തൊക്കെ ധാന്യങ്ങളുണ്ടാകാം അതവിടെ എഴുതി ചേർക്കുക. പഴങ്ങൾ, നമുക്കറിയാം ഒരുപാട് പഴങ്ങളുടെ പേര് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇവിടെ ഉദാഹരണമായിട്ട് 1 കൊടുത്തിരിക്കുന്നത് വാഴപ്പഴമാണ്. പച്ചക്കറികളുടെ കോളത്തിൽ ഒന്നും കൊടുത്തിട്ടില്ല. നമുക്കറിയാം, പല പച്ചക്കറികൾ അറിയാം. ഉദാഹരണത്തിന് പച്ചപ്പയർ. പിന്നെ ഇലക്കറികൾ, മുരിങ്ങയില, കിഴങ്ങുകൾ, ഉരുളക്കിഴങ്ങ്, പയറുവർഗ്ഗങ്ങൾ, ഇവയുടെ പേരൊക്കെ നിങ്ങൾ ഇതിനുള്ളിൽ എഴുതി ചേർക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. നിങ്ങൾ ഒരാഴ്ച കഴിക്കുന്ന ആഹാരത്തിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ഓരോ ദിവസവും പട്ടികയിൽ അടയാളപ്പെടുത്തി നോക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് നിങ്ങൾ ഒരാഴ്ച കൊണ്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടത്. ഇത് നിങ്ങൾ ഒരാഴ്ച രേഖപ്പെടുത്തിയ ശേഷം തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി എഴുതണം. നിങ്ങൾ ഒരാഴ്ച കഴിച്ചപ്പോൾ നിങ്ങൾ കഴിച്ചതിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട ആഹാരമാണ് കൂടുതൽ വന്നത്? അടുത്തത് ഏറ്റവും കുറവ് കഴിച്ചത് ഏതാണ്? ഈ 2 എണ്ണമാണ് നിങ്ങൾ ഒരാഴ്ച
കഴിച്ച ശേഷം കണ്ടെത്തി എഴുതേണ്ടവ. ഇനി നമുക്ക് മറ്റൊന്ന് നോക്കാം. അരിയുണ്ട. എങ്ങനെയാണ് അരിയുണ്ട ഉണ്ടാക്കുന്നതെന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. നമുക്കൊന്ന് കേട്ട് നോക്കാം. അരി കഴുകി ഉണക്കി ചട്ടിയിൽ വറുത്തു, മിക്സിയിൽ പൊടിച്ചു, തേങ്ങ ചിരകി, ശർക്കര ചുരണ്ടി അരിപ്പൊടിയിൽ ചേർത്തു, കൈകൊണ്ട് കുഴച്ച് ഉരുട്ടിയെടുത്തു, പാത്രത്തിൽ അരിയുണ്ടകൾ നിരത്തി വച്ചു. അരിയുണ്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഇനി അരിയുണ്ടയിൽ എന്തൊക്കെ സാധനങ്ങളാണ് ചേർത്തത്? അരിയുണ്ടയിലെ ചേരുവകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ ഇവിടെ എഴുതി ചേർക്കണം. അടുത്തത് വായിക്കാം പൂർത്തിയാക്കാം എന്നൊരു പ്രവർത്തനമാണ്. നമുക്ക് നോക്കാം. കലം കഴുകി വെള്ളം ഒഴിച്ചു, അടുപ്പിൽ വെച്ചു, തീ കത്തിച്ചു, വെള്ളം തിളച്ചു, അരിയിട്ടു, അരി വെന്തു, ചോറ് വാർത്തു, കുഞ്ഞുമോൾ വന്നു, പാത്രം എടുത്തു, ചോറ് വിളമ്പി. നമ്മൾ ശ്രദ്ധയോടെയാണ് ഇത് വായിച്ചത്. ഇതിൻ്റെ തുടർന്ന് നമുക്ക് നൽകിയിട്ടുള്ളത് നോക്കിക്കേ. വാക്യങ്ങൾ ക്രമത്തിലാക്കാം എന്നാണ്. 3 വാക്യങ്ങളുണ്ട്. ഇതിലേതാണ് ആദ്യം വരേണ്ടത്, അടുത്തത് ഏത് വരണം, അടുത്തത് ഏത് വരണം, നമുക്ക് നോക്കാം. പാത്രം അടച്ചു വച്ചു, ഈച്ച വന്നു, ചുറ്റും പറന്നു, കുഞ്ഞുമോൾ കണ്ടു. ഏതായിരിക്കും ആദ്യം വരിക? അതിനുശേഷം ഏത് വന്നു, അതിനുശേഷം ഏത് വന്നു എന്നുള്ളത് എഴുതുക. അടുത്തത് കണ്ടെത്താൻ പറയാം എന്നുള്ളതാണ്. ചോറ് വിളമ്പിയ പാത്രം കുഞ്ഞുമോൾ അടച്ചു വച്ചത് എന്തിന്? അത് സ്വന്തമായിട്ടൊന്ന് പറഞ്ഞു നോക്കുക. അടുത്തത് രുചിയുടെ പൊടിപൂരം. അമ്മുവിനിഷ്ടം അച്ചപ്പം, അടയും വടയും കുഴലപ്പം. ഇന്ദുവിനിഷ്ടം ഇടിയപ്പം, ഇഡ്ഡലി ദോശ ചപ്പാത്തി. ഉസ്മാനിഷ്ടം ഊത്തപ്പം, ഉമ്മ ചുടുന്നൊരു പാലപ്പം. മധുവിനിഷ്ടം വട്ടയപ്പം, മധുരം കിനിയും നെയ്യപ്പം. പലഹാരങ്ങൾ പലതുണ്ടേ, പല പല രുചിതൻ പൊടിപൂരം. രുചിയുടെ പൊടിപൂരം അല്ലേ? എല്ലാവർക്കും ഇഷ്ടമായി കാണും. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പലഹാരങ്ങളുടെ പേരാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നന്നായിട്ടൊന്നും കൂടി ഒന്ന് വായിച്ചു നോക്കാം. അമ്മുവിനിഷ്ടം അച്ചപ്പം, അടയും വടയും കുഴലപ്പം. ഇന്ദുവിനിഷ്ടം ഇടിയപ്പം, ഇഡ്ഡലി ദോശ ചപ്പാത്തി. ഉസ്മാനിഷ്ടം ഊത്തപ്പം, ഉമ്മ ചുടുന്നൊരു പാലപ്പം. മധുവിനിഷ്ടം വട്ടയപ്പം, മധുരം കിനിയും നെയ്യപ്പം. പലഹാരങ്ങൾ പലതുണ്ടേ, പല പല രുചിതൻ പൊടിപൂരം. നമ്മൾ ഈ പാട്ടിൽ കുറേ പലഹാരങ്ങളുടെ പേര് കേട്ടു അല്ലേ? ഈ പാട്ടിൽ പറയുന്ന പലഹാരങ്ങളുടെ പേരുകളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കുക ആദ്യം. അതിനുശേഷം അതൊന്ന് എഴുതി വെക്കുക. ഇനിയും നമുക്കറിയാം ഒരുപാട് ആഹാര സാധനങ്ങളുണ്ട് അല്ലേ? അവയുടെ പേരും കൂടി പാഠപുസ്തകത്തിൽ എഴുതി ചേർക്കണം. അടുത്തത് ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കാം എന്നുള്ളൊരു പ്രവർത്തനമാണ്. നമുക്കറിയാം ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കുമ്പോൾ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന്. നമുക്കറിയാം ഫ്രൂട്ട്സ് ആയിരിക്കും അല്ലേ? പഴങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ചേർക്കുക. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ഇവിടെ ആദ്യം എഴുതി ചേർക്കുക. അതിനുശേഷം നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഇവിടെ എന്താണ് തന്നിരിക്കുന്നതെന്ന്. ഫ്രൂട്ട് സാലഡ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. പഴങ്ങൾ നന്നായി കഴുകിയെടുക്കുക. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വൃത്തിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇടുക. ആവശ്യത്തിന് മധുരം ചേർക്കുക. നന്നായി ഇളക്കുക. ഫ്രൂട്ട് സലാഡ് റെഡി. അടുത്തത് കടങ്കഥകൾ വായിക്കാം, ഉത്തരം കണ്ടെത്താം എന്നുള്ളതാണ്. കടലിൽ നിന്ന് വരുന്നു ഞാൻ, അടുക്കള തന്നിലിരിക്കും ഞാൻ. വെള്ളം തൊട്ടാൽ അലിയും ഞാൻ, പറയൂ പറയൂ ഞാനാര്. അടുത്തതും കൂടി നമുക്ക് നോക്കാം. ഏത് കറിക്കും രുചിയേകാൻ കൂട്ടു വിളിക്കാറുണ്ടെന്നെ. കറികൾ വെന്തു കഴിഞ്ഞെന്നാൽ പിന്നീട് ആർക്കും വേണ്ടെന്നെ. ഉത്തരം കിട്ടിയോ? രണ്ടിൻ്റെ ഉത്തരം ഒന്ന് തന്നെയാണ്. നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാമോ? എന്തായിരിക്കും കിട്ടിയേ? എല്ലാവർക്കും ഒരേ ഉത്തരമായിരിക്കും അല്ലേ? ഇതിൻ്റെ ഉത്തരം ഉപ്പാണ്. അപ്പം നമുക്ക് ഉപ്പ് എന്നുള്ള ഉത്തരം വരുന്ന കുറേ കടങ്കഥകളൊക്കെ നിങ്ങൾ എഴുതി നോക്കണം. പിന്നീട് ഞാൻ ഉപ്പുമായി ബന്ധപ്പെട്ട കടങ്കഥകൾ നിങ്ങൾക്ക് തരാം. അടുത്ത പ്രവർത്തനം ചിത്രം നോക്കി കഥ പറയാൻ വേണ്ടിയാണ്. ആദ്യം കഥയൊന്ന് പറഞ്ഞു നോക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? കഥയൊന്ന് എഴുതിയും നോക്കണം. ചിത്രം നോക്കി കഥ എഴുതാനാണ്. അപ്പം ചിത്രത്തിൽ എന്തൊക്കെയാണുള്ളതെന്നാണ് ആദ്യം നമ്മൾ നിരീക്ഷിക്കേണ്ടത്. അതിനുശേഷം അതിനെ വെച്ചുകൊണ്ട് ഒരു കഥ തയ്യാറാക്കി നോക്കുക. ഇതുമായി ബന്ധപ്പെട്ട കഥ പിന്നീട് നിങ്ങൾക്ക് വേറെ തന്നെ തരുന്നതായിരിക്കും. അടുത്തത് വരികൾ കൂട്ടിച്ചേർക്കാനാണ്. 4 വരി ഇവിടെ തന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെടുത്തി 4 വരി നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് കൂട്ടിച്ചേർക്കണം. അപ്പം അപ്പം ഇടിയപ്പം, അച്ഛൻ ചുട്ടു ഇടിയപ്പം. അപ്പം അപ്പം പാലപ്പം, അമ്മ ചുട്ടു പാലപ്പം. ബാക്കി സ്വന്തമായിട്ടൊന്ന് പൂർത്തിയാക്കുക. ഞാൻ പറയട്ടെ.
എന്നെ ആവിയിലാണ് വേവിക്കുന്നത്, അരിമാവ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. എന്നെ എണ്ണയിലാണ് ചുടുന്നത്, എനിക്ക് നല്ല മധുരമാണ്. എന്നാൽ അടുത്തതാരാണ്? പുട്ടാണിരിക്കുന്നത് അല്ലേ? മറ്റു രണ്ടുപേര് പറഞ്ഞത് നമ്മൾ കേട്ടു അല്ലേ? എന്നാൽ പുട്ടിന് എന്തായിരിക്കും പറയാനുള്ളത്? അത് നിങ്ങളൊന്ന് എഴുതി ചേർക്കുക. ഈ പാഠത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലൂടെയും നമ്മളൊന്ന് കടന്നുപോയി എന്ന് മാത്രം. നിങ്ങൾ കൂടുതലായി ഈ പാഠഭാഗം വായിക്കുക. നമ്മുടെ ചിന്ത നന്നായി പ്രവർത്തിപ്പിച്ച് നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഉത്തരം കണ്ടെത്തണം. അതിനു വേണ്ടിയുള്ള ചെറിയൊരു താങ്ങ് മാത്രമേ ഈ പാഠത്തിൽ നിന്ന് ഞാൻ നൽകിയിട്ടുള്ളൂ. എല്ലാവരും സ്വന്തമായിട്ട് ഉത്തരങ്ങളൊക്കെ കണ്ടെത്തി പാഠഭാഗം നന്നായി പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.